ഹലോ എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം ആണ് പഠിച്ചല്ലേ, അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ. ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു സർക്കുലേറ്ററി സിസ്റ്റത്തിനുള്ളത്? ഒന്നെന്ന് പറയുന്നത് ബ്ലഡ്, രണ്ട് ബ്ലഡ് വെസൽസ്, അതുപോലെ തന്നെ ഹാർട്ട് അല്ലെ. അപ്പൊ ബ്ലഡ് വെസൽസ്, ഹാർട്ട് എന്നിവ ചേർന്നതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബ്ലഡിനെ കുറിച്ചാണ്. ബ്ലഡിന്റെ കമ്പോണൻസും എന്താണ് ബ്ലഡിന്റെ ഫംഗ്ഷൻസ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ്, അതായത് രക്തക്കുഴലുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ ബ്ലഡ് എത്തിക്കുന്നത് ആരാണ്? ബ്ലഡ് വെസൽസ് ആണ് അല്ലെ. അപ്പൊ ഈ രക്തക്കുഴലുകൾ പലതരത്തിലുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ വിവിധ തരം രക്തക്കുഴലുകൾ. നമ്മുടെ ശരീരത്തിലുള്ളത് 3 ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആണ്. അതായത് 3 തരം രക്തക്കുഴലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആർട്ടറി അല്ലെങ്കിൽ ധമനി, കാപ്പിലറി അല്ലെങ്കിൽ രക്തലോമികകൾ, അതുപോലെ തന്നെ വെയിൻ, സിരകൾ. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള ബ്ലഡ് വെസൽസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ആർട്ടറി അല്ലെങ്കിൽ ധമനി. ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നും ഡിഫറന്റ് ബോഡി പാർട്സിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ബ്ലഡ് വെസൽസിനെ വിളിക്കുന്ന പേരാണ് ആർട്ടറീസ്. ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ധമനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത്? ക്യാരിങ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഡിഫറന്റ് പാർട്സ് ഓഫ് ദ ബോഡി. അതായത് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികൾ. ആർട്ടറീസിൽ കൂടി ബ്ലഡ് പോകുന്നത് ഹൈ സ്പീഡിലും ഹൈ പ്രഷറിലുമാണ്. അതായത് ഉയർന്ന വേഗതയിലും മർദ്ദത്തിലുമാണ് രക്തം ഏതിൽ കൂടി കടന്നു പോകുന്നത്? ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികളിൽ കൂടി. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന ബ്ലഡ് അല്ലേ. അപ്പൊ ഹാർട്ട് പമ്പ് ചെയ്ത് വിടുന്ന ബ്ലഡ് ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും? ഹൈ പ്രഷറിലും അതുപോലെ തന്നെ ഹൈ സ്പീഡിലുമായിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ ആർട്ടറീസ് എന്ന് പറയുന്നത് തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ് ഉള്ള ബ്ലഡ് വെസൽസ് ആണ്. അതായത് അതിന്റെ ഭിത്തികൾ എന്ന് പറയുന്നത് കനം കൂടിയതും അതുപോലെ തന്നെ ഇലാസ്റ്റികത ഉള്ളതുമാണ്. അതിനുള്ള കാരണം എന്ത് തന്നെ ആയിരിക്കാം? നമുക്കറിയാം, ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഹൈ സ്പീഡിലും ഹൈ പ്രഷറിലുമാണ് ബ്ലഡ് പോകുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ബ്ലഡ് വെസൽസ് എങ്ങനെയായിരിക്കണം? തിക്ക് അല്ലെങ്കിൽ കനമുള്ളതായിരിക്കണം. അപ്പൊ ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികൾ എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്ന് ഡിഫറന്റ് പാർട്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നു. അവയുടെ വാൾ, ഭിത്തി എന്ന് പറയുന്നത് തിക്ക് ആൻഡ് ഇലാസ്റ്റിക് ആണ് അല്ലെ. അതായത് കനം കൂടിയതും ഇലാസ്റ്റികത ഉള്ളതുമാണ്. അതുപോലെ തന്നെ ബ്ലഡ് പോകുന്നത് എങ്ങനെയാണ്? ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ്, അതായത് ഉയർന്ന വേഗതയിലും മർദ്ദത്തിലുമാണ് രക്തം ഇതിലൂടെ കടന്നു പോകുന്നത് ആർട്ടറീസിലൂടെ. രണ്ടെന്ന് പറയുന്നത് ക്യാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകൾ. ഈ ആർട്ടറീസിന്റെയും വെയിൻസിന്റെയും ഒക്കെ ബ്രാഞ്ചസ്, ശാഖകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്യാപ്പിലറീസ്. അപ്പൊ ഈ ആർട്ടറീസിൽ കൂടി പോകുന്ന രക്തം ക്യാപ്പിലറീസിലൂടെ ആയിരിക്കും എവിടേക്ക് എത്തുന്നത്? സെൽസിനടുത്തേക്ക് എത്തുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇല്ലേ. അപ്പൊ ഈ ക്യാപ്പിലറീസ് എന്ന് പറയുമ്പോൾ അവയുടെ വാൾ എന്ന് പറയുന്ന കനം കുറഞ്ഞതാണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് അല്ലെങ്കിൽ ഒരു ഒറ്റ നിര കോശം മാത്രമേ ഏതിനുണ്ടാകത്തുള്ളൂ? ക്യാപ്പിലറീസിന്റെ വാളിന്. അതിനുള്ള കാരണം എന്തായിരിക്കാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ക്യാപ്പിലറീസിൽ കൂടിയാണ് ന്യൂട്രിയൻസ് ഒക്കെ ഇന്റർ സെല്ലുലാർ സ്പേസസിലേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ സെല്ലിനടുത്തേക്ക് എത്തുമ്പോൾ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫ്ലൂയിഡ് പാർട്ട് എവിടേക്ക് ഒലിച്ചിറങ്ങണം? സെല്ലിനടുത്തേക്ക് ഒലിച്ചിറങ്ങണം അല്ലെ. അപ്പൊ അങ്ങനെ കോശങ്ങൾക്കടുത്തേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അവയുടെ വാൾ അല്ലെങ്കിൽ ഭിത്തി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? നല്ല കനം കുറഞ്ഞതായിരിക്കണം. അപ്പൊ അങ്ങനെ കനം കുറഞ്ഞത് മാത്രമല്ല, അതെന്ന് പറയുന്നത് ആവരണം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽ അല്ലെങ്കിൽ ഒരു ഒറ്റ നിര കോശം കൊണ്ട് മാത്രമേ ഏത് ആവരണം ചെയ്തിട്ടുള്ളൂ? ക്യാപ്പിലറീസിന്റെ ഭിത്തി. ഇനി അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ബ്ലഡ് പോകുന്നത് ലോ പ്രഷറിലും ലോ സ്പീഡിലുമായിരിക്കും. അതായത് വേഗത കുറഞ്ഞും മർദ്ദം കുറഞ്ഞുമായിരിക്കും രക്തം ഏതിലൂടെ കടന്നു പോകുന്നത്? ക്യാപ്പിലറീസിലൂടെ. അപ്പോൾ ക്യാപ്പിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടറീസിന്റെ വെയിൻസിന്റെ ഒക്കെ ബ്രാഞ്ചസ് ആണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരൊറ്റ ലെയർ സെല്ല് മാത്രമേ ഉള്ളൂ അല്ലെ. ഒരൊറ്റ നിര കോശം കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വാൾസിൽ മൈന്യൂട്ട് പോർസ് അല്ലെങ്കിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. ചെറിയ സുഷിരങ്ങളിൽ കൂടി ആയിരിക്കും ബ്ലഡിൽ നിന്നുമുള്ള ഫ്ലൂയിഡ് പാർട്ട് എവിടോട്ട് ഒലിച്ചിറങ്ങുന്നത്? ഇന്റർസെല്ലുലാർ സ്പേസസിലേക്ക് ഒലിച്ചിറങ്ങുന്നത് അല്ലെ. അപ്പൊ അവിടെ മൈന്യൂട്ട് പോർസ് ഏതിന് ആവശ്യമാണ്? നമ്മുടെ ക്യാപ്പിലറീസിന് ആവശ്യമാണ്. ഇനി അതുപോലെ തന്നെ ബ്ലഡ് എന്ന് പറയുന്നത് ഒഴുകുന്നത് എങ്ങനെയാണ്? ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷറിലാണ്. ഇനി അടുത്ത ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് വെയിൻസ് അല്ലെങ്കിൽ സിരകളാണ്. സിരകൾ എന്ന് പറയുന്നത് ക്യാരിയിങ് ബ്ലഡ് ഫ്രം ഡിഫറന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ഹാർട്ട്. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തത്തെ ഹൃദയത്തിലേക്ക് വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ഏതെന്ന് പറയുന്നത്? വെയിൻസ് അല്ലെങ്കിൽ സിരകൾ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ബ്ലഡ് പോകുന്നത് ലോ പ്രഷറിലും ലോ സ്പീഡിലുമായിരിക്കും. കാരണം എന്ന് പറയുന്നത് ബ്ലഡ് എവിടെ നിന്ന് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ് ആണ് വെയിൻസ് എന്ന് പറയുന്നത്? ബോഡി പാർട്സിൽ നിന്ന് ഹാർട്ടിലേക്ക് പോകുന്നതാണ് അല്ലെ. അപ്പൊ ബ്ലഡ് പോകുന്നത് എങ്ങനെയാണ്? ലോ പ്രഷറിലും ലോ സ്പീഡിലുമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് വെയിൻസിനകത്തിൽ വാൽവ്സ് ഉണ്ട് അല്ലെങ്കിൽ
വാൽവുകൾ പ്രസന്റ് ആണ്. വാൽവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രം ബ്ലഡ് ഫ്ലോ അനുവദിക്കുന്നവയാണ് എന്തെന്ന് വിളിക്കുന്നത്, വാൽവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ വെയിൻസിൽ കൂടി ഒഴുകുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ബോഡി പാർട്സിൽ നിന്ന് ഹാർട്ടിലേക്കാണ് പോകുന്നത് അല്ലെ. ആ ബ്ലഡ് ഒന്നും തിരിച്ചെവിടേക്ക് പോകാൻ പാടില്ല, നമ്മുടെ ബോഡി പാർട്സിലേക്ക് തിരിച്ചു ചെല്ലാൻ പാടില്ല. അപ്പൊ അങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, അതായത് ബോഡി പാർട്സിൽ നിന്ന് ഹാർട്ടിലേക്ക് തന്നെ ബ്ലഡ് ഫ്ലോ അനുവദിക്കുന്നവയാണ് ഏതെന്ന് പറയുന്നത് വാൽവ്സ്. ആ വാൽവ്സ് എവിടെ പ്രസന്റ് ആണ്, വെയിൻസിൽ പ്രസന്റ് ആണ്. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്ന ആർട്ടറി, ക്യാരിയിങ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. ദെൻ ആർട്ടറിയുടെയും വെയിൻസിന്റെയും ബ്രാഞ്ചസിനെയും വിളിക്കുന്ന പേര് കാപ്പിലറീസ്. ദെൻ മൂന്നാമത്തത് എന്ന് പറയുന്നത് വെയിൻസ് അല്ലെങ്കിൽ സിരകൾ. വെയിൻസ് എന്ന് പറയുന്നത് ക്യാരിയിങ് ബ്ലഡ് ഫ്രം ഡിഫറെന്റ് ബോഡി പാർട്സ് ടു ഹാർട്ട്. ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞത് ഇപ്പൊ ബ്ലഡ് ഡിഫറെന്റ് പാർട്സിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുമെന്നാണ്, ഹാർട്ടിലേക്ക് പോകുമെന്നാണ് പറഞ്ഞതില്ലേ. അങ്ങനെ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസിന്റെ പേര് എന്താണ്, വെയിൻസ് അല്ലെങ്കിൽ സിരകൾ എന്നാണ്. ഇനി ചില വെയിൻസ് ഉണ്ട്, ആ വെയിൻസ് എന്ന് പറയുന്നത് ഓർഗൻ ടു ഓർഗൻ സർക്കുലേഷൻ ആയിരിക്കും സഹായിക്കുന്നത്. അതായത് ഹാർട്ടിലേക്കല്ലാതെ മറ്റേതെങ്കിലും ഓർഗൻസിലേക്ക് എന്ത് ചെയ്യുക, ബ്ലഡ് കൊണ്ടുപോകുക. അതായത് ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലെങ്കിൽ വെയിൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ബ്ലഡ് വെസൽസിനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ വെയിൻസ് അല്ലെങ്കിൽ പോർട്ടൽ സിരകൾ എന്ന് പറയും. അപ്പൊ ഈ പോർട്ടൽ വെയിൻസ് അല്ലെങ്കിൽ പോർട്ടൽ സിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ക്യാരിയിങ് ബ്ലഡ് ഫ്രം വൺ ഓർഗൻ ടു അനദർ ഓർഗൻ. അതായത് ഒരു അവയവത്തിൽ നിന്നും മറ്റൊരു അവയവത്തിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസിനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ വെയിൻസ് അല്ലെങ്കിൽ പോർട്ടൽ സിരകൾ. അതിനൊരു എക്സാമ്പിൾ ആണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്ന് പറയും. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡൈജഷൻ ഒക്കെ കംപ്ലീറ്റ് ആകുന്ന സ്മാൾ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിൽ വെച്ചിട്ടാണ് അല്ലെ. ആ സ്മാൾ ഇൻഡസ്റ്റൈനിൽ ഉണ്ടാകുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ഏതൊക്കെയായിരുന്നു, സിമ്പിൾ ന്യൂട്രിയൻസ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ഇല്ലേ. അപ്പൊ ഇവയെല്ലാം എവിടേക്ക് കൊണ്ടുപോകും, ലിവറിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ നേരിട്ട് എവിടേക്ക് കൊണ്ടുപോയില്ല, ഹാർട്ടിലേക്ക് കൊണ്ടുപോയില്ല. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ വെയിൻസ്, അതായത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസ് ക്യാരിയിങ് ബ്ലഡ് ഫ്രം സ്മോൾ ഇൻഡസ്റ്റൈൻ ടു ലിവർ. അതായത് സ്മോൾ ഇൻഡസ്റ്റൈൻ ചെറുകുടലിൽ നിന്നും ബ്ലഡിനെ എവിടോട്ട് കൊണ്ടുപോകുന്നു, ലിവർ അല്ലെങ്കിൽ കരളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഈ കരളിനകത്തിൽ വെച്ചിട്ട് നമ്മുടെ സിമ്പിൾ ന്യൂട്രിയൻസിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരാനുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് സിമ്പിൾ ന്യൂട്രിയൻസ് എവിടേക്ക് പോകുന്നു, ലിവറിലേക്ക് പോകുന്നു. അപ്പൊ ഈ ലിവറിലേക്ക് കൊണ്ടുപോകുന്ന വെയിൻസ് എന്ന് പറയുന്നത് ആരാണ്, പോർട്ടൽ വെയിൻസ് ആണ്. ആ പോർട്ടൽ വെയിന്റെ പേരെന്താണ്, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്നാണ്. ഇവിടെ സ്മാൾ ഇൻഡസ്റ്റൈനിൽ നിന്നും ബ്ലഡ് നേരിട്ട് ഹാർട്ടിലേക്ക് എത്തുന്നില്ല, പകരം എവിടേക്കാണ് പോകുന്നത്, ലിവറിലേക്കാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ബ്ലഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടന്നത് എവിടെ നിന്ന് എവിടോട്ടേക്കാണ്, സ്മാൾ ഇൻഡസ്റ്റൈനിൽ നിന്ന് ലിവറിലേക്കാണ് അല്ലെ. അങ്ങനെ കൊണ്ടുപോകുന്ന വെയിൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പോർട്ടൽ വെയിൻസ് അല്ലെങ്കിൽ പോർട്ടൽ സിരകൾ. അതിന് എക്സാമ്പിൾ ആണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് പോർട്ടൽ സിര. ഇതെന്താണ് ചെയ്യുന്നത്, ക്യാരിയിങ് ബ്ലഡ് ഫ്രം സ്മാൾ ഇൻഡസ്റ്റൈൻ ടു ലിവർ. ചെറുകുടലിൽ നിന്ന് രക്തത്തെ എവിടേക്ക് എത്തിക്കുന്നു, ലിവർ അല്ലെങ്കിൽ കരളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ട് കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സ്മാൾ ഇൻഡസ്റ്റൈനിൽ ഉണ്ടായ സിമ്പിൾ ന്യൂട്രിയൻസ്, അതായത് വാട്ടറിൽ സോളുബിൾ ആയിട്ടുള്ള സിമ്പിൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് തുടങ്ങിയവയാണ് അല്ലെ. അതിനെ കൊണ്ടുപോകുന്ന ആരായിരുന്നു, ബ്ലഡ് ആയിരുന്നു ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഈ അമിനോ ആസിഡും ഗ്ലൂക്കോസും ഒക്കെ വില്ലസിനകത്തിലുള്ള എവിടേക്ക് കടക്കുന്നു, ബ്ലഡ് കാപ്പിലറീസിലേക്ക് കടക്കുന്നു. അപ്പൊ ആ ബ്ലഡ് കാപ്പിലറീസിനകത്തിൽ എന്തോ ഉണ്ട്, ബ്ലഡ് ഉണ്ട് ഇല്ലേ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് സ്മോൾ ഇൻഡസ്റ്റൈനിലുണ്ട്. അതിനെ വിളിക്കുന്ന പേര് വില്ലസ് എന്നാണ്. അപ്പൊ ഈ വില്ലസിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. വില്ലസിനകത്തിൽ എന്തോ ഉണ്ട്, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. അപ്പൊ ആ വില്ലസിനകത്തിലുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്ക് വാട്ടർ സോളുബിൾ ന്യൂട്രിയൻസ് ആയ ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ കടക്കുന്നു. ഇനി ആ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നേരെ എവിടേക്കാണ് പോകുന്നത്, ലിവറിലേക്കാണ് അല്ലെ, ഹാർട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഈ വില്ലസിൽ നിന്നുമുള്ള ഈ ബ്ലഡ് കാപ്പിലറീസ് നേരെ എവിടോട്ട് ഓപ്പൺ ചെയ്യും, പോർട്ടൽ വെയിൻ അല്ലെങ്കിൽ പോർട്ടൽ സിരയിലേക്ക് ഓപ്പൺ ചെയ്യും. ഈ പോർട്ടൽ വെയിന് ആ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ബ്ലഡിനെ എവിടേക്ക് എത്തിക്കുന്നു, ലിവറിലേക്ക് അല്ലെങ്കിൽ കരളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ നോക്കിക്കേ, വില്ലസിനുള്ളിലെ ബ്ലഡ് കാപ്പിലറീസിനുള്ളിൽ കടന്ന ഗ്ലൂക്കോസും അമിനോ ആസിഡും പോർട്ടൽ വെയിൻ അല്ലെങ്കിൽ പോർട്ടൽ സിരയുടെ സഹായത്തോടു കൂടി എവിടേക്ക് എത്തി, ലിവർ അല്ലെങ്കിൽ കരളിലേക്ക് എത്തി. ഇനി ലിവറിൽ വെച്ചിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ ന്യൂട്രിയൻസിന് സംഭവിക്കും. അതിനുശേഷം ആ ബ്ലഡ് എവിടേക്ക് എത്തണം, ഹാർട്ടിലേക്ക് എത്തണം. അപ്പൊ അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് ലിവറിൽ നിന്നും ബ്ലഡ് കൊണ്ടുപോകുന്ന വെയിന്റെ പേരാണ് ഹെപ്പാറ്റിക് വെയിൻ. ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞാൽ ലിവർ എന്നാണ് അർത്ഥം. അപ്പൊ ഈ കരളിൽ നിന്നും ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിന്റെ പേരെന്താണ്, ഹെപ്പാറ്റിക് വെയിൻ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സിര. അപ്പൊ ലിവറിൽ നിന്നും ബ്ലഡ് ഹെപ്പാറ്റിക് വെയിനിലൂടെ എവിടേക്ക് എത്തും, ഹാർട്ടിലേക്ക് എത്തും. ഇനി ഹാർട്ടിനകത്തിലേക്ക് കടക്കുന്ന വലിയ വെയിന്റെ പേരാണ് വീന കാവ അല്ലെങ്കിൽ മഹാസിര. അപ്പൊ ഈ ഹെപ്പാറ്റിക് വെയിൻ വന്ന് ഇവിടോട്ട് ഓപ്പൺ ചെയ്യും,
വീനക്കാവ അല്ലെങ്കിൽ മഹാസിരയിലേക്ക് ഓപ്പൺ ചെയ്യും. വീനക്കാവ എവിടോട്ട് ഓപ്പൺ ചെയ്യുന്നു? ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അപ്പം സിമ്പിൾ ന്യൂട്രിയൻസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഫസ്റ്റ് ലിവറിലെത്തും. ലിവറിൽ നിന്ന് മാത്രമാണ് ഇവിടേക്ക് എത്തിയത്, ഹാർട്ടിലേക്ക് എത്തിയത്. ഇനി അതുകൂടാതെ തന്നെ നമുക്കറിയാം വില്ലസിനകത്ത് ലാക്ടിയൽ ഉണ്ട്. ലാക്ടിയലിനകത്തിൽ എന്തോ ഉണ്ട്? ലിംഫ് ഉണ്ട് അല്ലെ. ലിംഫ് ക്യാരി ചെയ്യുന്ന എങ്ങനെയുള്ള ന്യൂട്രിയൻസ് ആയിരുന്നു? വാട്ടറിൽ ഇൻസോളിബിൾ ആയിട്ടുള്ള, അതായത് ജലത്തിൽ ലയിക്കാത്ത ന്യൂട്രിയൻസിനെ കൊണ്ടുപോകുന്ന ആരാണ്? ലാക്ടിയൽ ആണ് അല്ലെ. ജലത്തിൽ ലയിക്കാത്ത ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഇത് എങ്ങനെയായിരുന്നു ഉണ്ടായത്? ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിന്റെ ഡൈജഷനിലൂടെ ഉണ്ടായ ന്യൂട്രിയൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും വില്ലസിനുള്ളിലുള്ള ലാക്ടിയലിലേക്ക് കടക്കുന്നു. ഈ ലാക്ടിയൽ ചെന്ന് തുറക്കുന്നത് ലിംഫ് വെസൽ അല്ലെങ്കിൽ ലിംഫ് വാഹികളിലേക്കാണ്. അപ്പൊ ആദ്യം ചെറിയ ലിംഫ് വെസൽ ഉണ്ട്, സ്മോൾ ലിംഫ് വെസൽ ഉണ്ട്, അതിലേക്ക് ഓപ്പൺ ചെയ്യും. സ്മോൾ ലിംഫ് വെസൽ ചെന്ന് ലാർജ് ലിംഫ് വെസൽ അല്ലെങ്കിൽ വലിയ ലിംഫ് വെസലിലേക്ക് ഓപ്പൺ ചെയ്യും. ഈ ലിംഫ് വെസൽ എവിടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? വീനക്കാവ മഹാസിരയിലേക്ക് ഓപ്പൺ ചെയ്യും. അപ്പൊ ഈ ഹെപ്പാറ്റിക് വെയിനും അതുപോലെ തന്നെ ലിംഫ് വെസലും എവിടേക്കാണ്? ലിംഫ് വാഹികളും എവിടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? വീനക്കാവയിലേക്കാണ്. വീനക്കാവയാണ് എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നത്? ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക്. ഇനി ഹാർട്ടിൽ എത്തിയിട്ടുള്ള ന്യൂട്രിയൻസ് അവിടെ നിന്ന് എവിടേക്ക് പോകും? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി, അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അമിനോ ആസിഡും ഗ്ലൂക്കോസും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും വില്ലസിനുള്ളിലുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്ക് പ്രവേശിക്കുന്നു. അതിനെ പോർട്ടൽ വെയിൻ എവിടേക്ക് എത്തിക്കുന്നു? ലിവർ അല്ലെങ്കിൽ കരളിലേക്ക് എത്തിക്കുന്നു. കരളിൽ നിന്നും ന്യൂട്രിയൻസ് ഹെപ്പാറ്റിക് വെയിൻ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സിര വഴി വീനക്കാവയിലേക്ക് തുറക്കുന്നു. വീനക്കാവ എവിടേക്ക് തുറക്കുന്നു? ഹാർട്ടിലേക്ക് തുറക്കുന്നു. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഫാറ്റി ആസിഡും ഗ്ലിസറോളും വില്ലസിന് ഉള്ളിലുള്ള ലാക്ടിയലിലേക്ക് പ്രവേശിക്കുന്നു. ലാക്ടിയൽ എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നു? ലിംഫ് വെസൽ അല്ലെങ്കിൽ ലിംഫ് വാഹിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ലിംഫ് വെസല് വീനക്കാവയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. വീനക്കാവ എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നു? ഹാർട്ടിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഹാർട്ടിൽ നിന്ന് ഈ സിമ്പിൾ ന്യൂട്രിയൻസ് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് എത്തുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. എല്ലാവരും ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നന്നായിട്ട് പഠിക്കുക. എക്സാം ഒക്കെ വരികയാണ്, നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്